അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലത്തെ കുട്ടികളുടെ മാത്സ് ടെക്സ്റ്റാണ്. നമ്മൾ 1 മുതൽ 8 വരെയുള്ള കുട്ടികളുടെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ചെറിയ കുട്ടികൾ പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താ പഠിക്കാനുള്ളതെന്ന്? ശരിയാണ്, അവർക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. പക്ഷെ അവരുടെ മെമ്മറിയും അവരുടെ പവറൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ ഒരുപാടുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പോഴേ അവരെ നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വലുതാവും തോറും പഠിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം എല്ലാ ചെറിയ മക്കളുള്ള പേരൻസും നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിന് ഓവറോൾ നോക്കാം. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, അതായത് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് താരയുടെ വീട്, മനുവിൻ്റെ വികൃതി, മനുവിൻ്റെ സ്വപ്നം, അതുപോലെ തന്നെ ഒത്തുകൂടാം, ഓണം കൂടാം, എണ്ണിയെടുക്കാം. ഇങ്ങനെ 5 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സിൽ നമുക്ക് താരയുടെ വീട് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കാനുള്ളത്. അപ്പം കുറച്ച് പിക്ചേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ട്, കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പേജ് നമ്പർ 8 താരയെ കാണാൻ മീനു എത്തി. വലിയ പശുവും ചെറിയ കിടാവും. വരൂ മീനു, എൻ്റെ നന്ദിനിക്കുട്ടിയെ കാണണ്ടേ? അതിന് താഴെ കൊടുത്തിട്ടുണ്ട് വലുത് ഏത്. അപ്പോൾ വലുതിൻ്റെ നേരെ കുട്ടികളെ കൊണ്ട് ടിക്ക് ഇടിക്കണം. അവർ സ്വയം ചെയ്യട്ടെ, നമ്മൾ ടിക്കിട്ട് കൊടുക്കണ്ട കേട്ടോ. ശേഷം പുള്ളിക്കോഴി പുറത്ത്, കുഞ്ഞുങ്ങളോ അകത്തുണ്ട്. അപ്പോൾ അകത്തുള്ളത് ആര്? അകത്താരാ? കുഞ്ഞുങ്ങളാണല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നേരെ ടിക്കിടുക കേട്ടോ. അടുത്തത്, ദേ മുകളിൽ കറുമ്പിക്കാക്കയുടെ കൂട്ടിൽ മുട്ട കാണും. താഴെ ഉറുമ്പുകളാണല്ലോ. താഴെ ഉള്ളതിന് ടിക്കിടുക. അപ്പോൾ താഴെ എന്താണല്ലേ? ഉറുമ്പുകളാണല്ലേ. അപ്പോൾ ഉറുമ്പുകൾക്ക് നേരെ ടിക്കിടുക. അടുത്തത്, ഉയരം കൂടിയ തെങ്ങിൽ കുരുവിക്കൂട്, ഉയരം കുറഞ്ഞ തെങ്ങിൽ ഒരു അണ്ണൻ. അപ്പോൾ ഉയരം കുറഞ്ഞ മരത്തിന് നേരെ ടിക്കിടുക. ഉയരം കുറഞ്ഞ മരം എന്ന് പറയുന്നത് ഫസ്റ്റ് കാണുന്നതാണല്ലേ. തെങ്ങെന്ന് പറഞ്ഞാൽ ഉയരം കൂടിയതാണ്. ഇതിൽ തന്നെ ഉയരം കുറഞ്ഞതുണ്ടല്ലോ. അപ്പോൾ ചെറിയ തെങ്ങിന് ടിക്കിടുക, ചെറിയ മരത്തിന് ടിക്കിടുക കേട്ടോ. ഈ വലിയ പ്ലാവിൽ ചക്കയ്ക്ക് തേനിൻ്റെ മധുരമാണ്. വലിയ പ്ലാവിലാണ് കൂടുതൽ ചക്കകൾ, ചെറുതിൽ കുറവാണ്. കുറവ് ഏതിൽ? ടിക്കിടുക. അപ്പോൾ കുറഞ്ഞ പ്ലാവുള്ളത്, അതായത് പൂക്കളാണ് കൊടുത്തിട്ടുള്ളത്, അത് ജസ്റ്റ് ടിക്കിടുക കേട്ടോ. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, അകലെ കാണുന്ന മല നോക്കൂ, അടുത്ത് കാണാൻ കൊതിയാകുന്നു, പിന്നീട് വരാം. അടുത്ത് ഏതാണ് ഉള്ളത്? അടുത്തുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ടിക്ക് ഇടണം. അപ്പോൾ ഇനി വരുന്ന കുറച്ച് പ്രോബ്ലംസ് കുട്ടികളെ കൊണ്ട് തന്നെ സ്വയം ചെയ്യിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ കളറിംഗ് ഒക്കെ വരുന്നുണ്ട്. കളറിങ് വരയ്ക്കലൊക്കെ മാത്സിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളെ തന്നെ നമ്മൾ ഇപ്പം 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് വരയ്ക്കാനൊക്കെയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ നോക്കിയിട്ട് ചെറുതും വലുതും ബിഗ് സ്മോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് വരുന്നത്. അപ്പോൾ ഈ പ്രായത്തിൽ അവരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുത്താൽ അവർക്ക് മാത്സിനോട് ഇഷ്ടം കൂടും. സബ്ജക്റ്റുകളിൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ പേരൻസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒപ്പം ഉണ്ടാവണം. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.